തജിക്കിസ്ഥാന്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള എന്റെ സഞ്ചാരം തുടരുകയാണ്. അർത്തൂഷ് എന്ന ഗ്രാമത്തിലെ ഒരു ബേസ് സ്റ്റേഷനിൽ അന്തിയുറങ്ങി അവിടെ നിന്നും രാവിലെ പുറപ്പെട്ടതാണ്. അർത്തൂഷിന്റെ പ്രധാന ഗ്രാമഭാഗങ്ങൾ കടന്ന് ഇപ്പോൾ പഞ്ച്റൂദ് എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. എന്റെ തജിക്കിസ്ഥാൻ സഞ്ചാരത്തിന്റെ 3-ാം ദിനം പ്രഭാതമാണിത്. ശരിക്കും ഇതുവരെയുള്ള ലോകയാത്രകളിൽ പട്ടണങ്ങളാണ് കൂടുതലായും കണ്ടിരുന്നത്. തജിക്കിസ്ഥാനിലാവട്ടെ ഒട്ടൊരു അവികസിതമായ ഉൾഗ്രാമങ്ങളും അവിടുത്തെ ജീവിതവുമെല്ലാം കണ്ടുകൊണ്ടാണ് യാത്ര. പട്ടണങ്ങൾ കൂടുതലായി കാണിക്കുമ്പോൾ ഗ്രാമക്കാഴ്ചകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതും പ്രേക്ഷകർ തന്നെയാണല്ലോ. പഞ്ച്റൂദിലെ ഒരു പുതിയ വിദ്യാലയമാണ് വലതുവശത്ത് കാണുന്നത്. ഗ്രാമത്തിലെ മികച്ച കെട്ടിടവും അതുതന്നെയാണെന്ന് പറയാം. വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോൾ ചുറ്റുഭാഗത്തും മരത്തൂണുകളുള്ള ഒരു ഇരുനില മന്ദിരം കാണാം. ചായഖാന എന്നാണ് അത് അറിയപ്പെടുന്നത്. ഗ്രാമത്തിലെ പ്രമാണിമാർ പണ്ട് ചായ കുടിക്കാൻ ഒത്തുകൂടിയിരുന്ന ഇടമാണത്. ആകെ ഒന്ന് നവീകരിച്ച് നിലനിർത്തിയിരിക്കുകയാണ് അതിപ്പോൾ. അതിനപ്പുറം ഒരു സ്മാരക കുടീരമുണ്ട്. വിഖ്യാത പേർഷ്യൻ കവി മുഹമ്മദ് അൽ റുഡാക്കിയുടെ കുടീരമാണത്. അതാണ് ഇന്നത്തെ എന്റെ സഞ്ചാരത്തിലെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനം. റുഡാക്കി സ്മാരകത്തിന്റെ കവാടത്തിനു മുന്നിൽ ഇസ്ഫാൻഡിയർ കാർ നിർത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. കമാനത്തിലൂടെ സ്മാരകം വരെ നീണ്ടുകിടക്കുന്ന ഗ്രാനൈറ്റ് പടവുകൾ, അതിലൂടെ നടത്തം തുടങ്ങി. റുഡാക്കി ടൂംബിന്റെ പരിസരമാകെ മനോഹരമായ ഉദ്യാനമായി പരിപാലിച്ചിട്ടുണ്ട്. തജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നപ്പോൾ മോസ്കോയിൽ നിന്നുള്ള സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഇവിടുത്തെ സ്മാരകം. 1958 ഇവിടെ ആദ്യമായി റുഡാക്കി സ്മാരകം നിർമ്മിക്കുന്നത്. തജിക്കിസ്ഥാൻ സ്വതന്ത്രമായ ശേഷം ഇവിടം വീണ്ടും ഒന്ന് വിപുലീകരിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തിരുന്നു. താഴെ ഇക്കാണുന്ന കെട്ടിടത്തിലാണ് റുഡാക്കി മുസോളിയത്തിന്റെ ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത്. ഉദ്യാന ഭാഗങ്ങളൊന്നും ഇപ്പോൾ വേണ്ടത്ര സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് തോന്നി. പഞ്ച്റൂദിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ AD 858 ജനിച്ച റുഡാക്കി അസാമാന്യ പ്രതിഭയുള്ള ആളായിരുന്നു. പേർഷ്യൻ ഭാഷയിലെ നവീന അക്ഷരമാല ഉപയോഗിച്ച് കാവ്യങ്ങൾ രചിച്ച അദ്ദേഹം ക്ലാസിക്കൽ പേർഷ്യൻ സാഹിത്യത്തിന്റെ പിതാവാണ്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച മനോഹരമായൊരു സ്മാരകം. സ്മാരക മന്ദിരത്തിന്റെ ഒത്ത മധ്യത്തിൽ ഒരു കറുത്ത മാർബിൾ തറ. വലിയ മകുടത്തിന്റെ നേരെ ചുവട്ടിലാണത്. ഈ മാർബിൾ തറയ്ക്കുള്ളിലാണ് റുഡാക്കിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത്. സമാനിത് രാജാവിന്റെ കൊട്ടാരം കവിയുടെ ഔന്നത്യത്തിലും ഭിക്ഷാംദേഹിയുടെ ദൈന്യതയിലും ജീവിച്ചയാളാണ് മുഹമ്മദ് അൽ റുഡാക്കി. അദ്ദേഹത്തിന്റെ കുടീരം സന്ദർശിക്കുന്നവർ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മടങ്ങുക. പേർഷ്യൻ കവികളുടെ ആദം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പേർഷ്യൻ ഭാഷയിൽ നിരവധി കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട് റുഡാക്കി. സമാനിത് ചക്രവർത്തി നാസർ ഇബൻ അഹമ്മദിന്റെ കൊട്ടാരം കവി മാത്രമായിരുന്നില്ല റുഡാക്കി. ചക്രവർത്തിയുടെ ഉപദേശകനും ഏറ്റവും അടുത്ത വിശ്വസ്തനുമായിരുന്നു അദ്ദേഹം. ആ സൗഹൃദം തന്നെയാണ് റുഡാക്കിയുടെ ജീവിതത്തിലെ ദുരന്തത്തിന് കാരണമായത്. AD 940 സമാനിത് സാമ്രാജ്യത്തിൽ ഒരു ആഭ്യന്തര കലാപമുണ്ടായി. കലാപകാരികൾ നാസർ ഇബൻ അഹമ്മദിനെ സ്ഥാനഭ്രഷ്ടനാക്കി. രാജാവിന്റെ ഉറ്റതോഴനായ റുഡാക്കിയെ പിടികൂടിയ അവർ അദ്ദേഹത്തിന്റെ നടുവൊടിച്ചു കളഞ്ഞെന്നും കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചെന്നുമാണ് ചരിത്രം. തന്റെ അന്ത്യം അടുത്തുവെന്ന് മനസ്സിലാക്കിയ റുഡാക്കി ജന്മഗ്രാമത്തിലേക്ക് ആരുടെയോ സഹായത്തോടെ എത്തിച്ചേർന്നു. തീർത്തും ദരിദ്രനായി നാട്ടുകാരുടെ ഭിക്ഷ സ്വീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം. AD 941 ആ പ്രതിഭാധനൻ പഞ്ച്റൂദിലെ ഒരു കുടിലിൽ കിടന്ന് മരിച്ചു. പിന്നെയും കുറെ കാലത്തിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ മഹത്വം തിരിച്ചറിയപ്പെടുന്നത്. പേർഷ്യൻ ഭാഷയിലെ പല നാടോടി കഥകളും റുഡാക്കിയുടെ കവിതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപപ്പെട്ടതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നേരെ മുന്നിൽ കാണുന്നത് ചായ്ഖാന എന്നറിയപ്പെടുന്ന പഴയൊരു കെട്ടിടമാണ്. ഇപ്പോൾ റുഡാക്കി മുസോളിയത്തിന്റെ ഭാഗമാക്കി സംരക്ഷിച്ചു വരികയാണ് ആ പുരാതന നിർമ്മിതി. തജിക്കിസ്ഥാനിലെ പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരവശേഷിപ്പാണിത്. ഗംഭീരമായ ചിത്രവേലകളും കൊത്തുപണികളുമുള്ള ഒരു മരക്കെട്ടിടം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ പ്രൗഢമായ ഒരു ചായഖാന ഉണ്ടായിരുന്നു.
വെറും ചായക്കടയായിരുന്നു ഇതെന്ന് കരുതരുത്. ഗ്രാമത്തിലെ പ്രമാണിമാർ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒത്തുകൂടിയിരുന്നത് ഇവിടെയാണ്. രാജപ്രതിനിധികളെ ഗ്രാമത്തിലേക്ക് സ്വീകരിച്ചിരുന്നതും ഇവിടെ വെച്ച് തന്നെ. ചായഖാന എന്നതുകൊണ്ട് ചായ മാത്രം ലഭിച്ചിരുന്ന ഇടം എന്നർത്ഥമില്ല. വലിയ സൽക്കാരങ്ങൾ വരെ ഇവിടെ നടന്നിരുന്നു. പഞ്ചറൂദ് ഗ്രാമത്തിലെ മറ്റൊരിടത്തുണ്ടായിരുന്ന ഖബറിടത്തിൽ നിന്നും റുഡാക്കിയുടെ അസ്ഥികൾ ഇതിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ചെറിയൊരു കുന്നിൽ മനോഹരമായ പ്രദേശത്താണ് റുഡാക്കി മുസോളിയം. വാഹനത്തിൽ കയറി വീണ്ടും യാത്ര. പഞ്ചറൂദ് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗമാണിത്. 5 നദികൾ എന്നാണ് പഞ്ചറൂദ് എന്ന വാക്കിന്റെ അർത്ഥം. ചെറുതും വലുതുമായ 5 നദികൾ ഈ ഗ്രാമത്തിലൂടെ ഒഴുകുന്നുണ്ട്. അർത്തൂഷിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഗ്രാമമാണ് പഞ്ചറൂദ്. ഇവിടേക്കൊന്നും കാര്യമായ വാഹന സൗകര്യങ്ങളില്ല. ഈ യാത്രയിൽ ഞാൻ കണ്ട അനേകമായ തജിക് ഗ്രാമങ്ങളിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പഞ്ചറൂദിന്. മൺവീടുകളും അതിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളും. ഇടതുവശത്തുകൂടി ഷ്ടുത് നദി ഒഴുകുന്നു. നദിയുടെ സാമീപ്യമുള്ളതിനാൽ ഗ്രാമത്തിലെ പഴത്തോട്ടങ്ങൾക്കെല്ലാം നല്ല പച്ചപ്പാണ്. മൺവീടുകൾക്കാകട്ടെ ആകൃതിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആപ്രിക്കോട്ടാണ് പഞ്ചറൂദിലെയും പ്രധാന കൃഷി. ചെറിച്ചെടികളും ഇവിടെ ധാരാളമായുണ്ട്. ആപ്പിൾ, പോംഗ്രാനൈറ്റ്, നാരകം തുടങ്ങിയവയും ഇവിടുത്തെ കൃഷികളാണ്. റോഡിന്റെ ഇരുവശത്തുമുണ്ട് ഗ്രാമഭാഗങ്ങൾ. മണ്ണും പൊടിയും നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ പാത. ഗ്രാമം പൊതുവെ വിജനമാണെന്ന് തോന്നും. ഈ പർവ്വത ഗ്രാമങ്ങളിലെല്ലാം വൈദ്യുതി എത്തിയിട്ടുണ്ടെന്നതാണ് ഒരു പ്രത്യേകത. പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന അരുവികളിൽ ചെറു ഹൈഡ്രോ പ്രോജക്റ്റുകൾ സ്ഥാപിച്ചാണ് ഇത്തരം ഓരോ ഗ്രാമത്തിലും വൈദ്യുതി എത്തിക്കുന്നത്. അതിനാവശ്യമായ സാങ്കേതികവിദ്യ തജിക്കിസ്ഥാന് ലഭ്യമാക്കുന്നത് ചൈനയാണ്. മഞ്ഞുകാലത്ത് ഹിമത്താൽ മൂടിപ്പോകുന്ന ഗ്രാമങ്ങളും മലനിരകളുമാണ് ഇവിടെയുള്ളത്. വേനൽക്കാലത്ത് മാത്രമാണ് ഈ ഗ്രാമങ്ങളിലെ ജീവിതം സുഖകരമാവുക. ഒരു ചെറുപാലത്തിലൂടെ ഷ്ടുത് നദിയെ ക്രോസ് ചെയ്തു. നല്ല വേനൽക്കാലത്താണ് എന്റെ ഈ യാത്രയെങ്കിലും ഇപ്പോൾ അന്തരീക്ഷത്തിൽ തണുപ്പാണ്. ഇക്കാണുന്നതെല്ലാം പഞ്ചറൂദ് ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പാതയിലും വഴിയോരത്തും ലാദാ കാറുകൾ കാണാം. പുതിയ കാലത്ത് പഞ്ചറൂദിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അധികാരികൾ. വരണ്ട കുന്നിൻ ചെരുവുകളിൽ പരന്നു കിടക്കുകയാണ് പഞ്ചറൂദ് ഗ്രാമം. ആദ്യകാലത്ത് റുഡാക്ക് എന്നാണ് ഈ ഗ്രാമം അറിയപ്പെട്ടിരുന്നത്. മുഹമ്മദ് അൽ റുഡാക്കി എന്ന കവിനാമം അങ്ങനെ ഉണ്ടായതാണ്. പഞ്ചകേന്ദ് ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. ഇപ്പോഴും പഞ്ചറൂദിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ അറിയപ്പെടുന്നത് റുഡാക്ക് എന്നു തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ നദിയുടെ വീതി വീണ്ടും വർദ്ധിക്കുന്നത് കാണാം. അതിന്റെ തീരത്ത് പഴത്തോട്ടങ്ങൾ. ഇപ്പോൾ ഷഷ്കാത്ത് എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയുമുണ്ട് ധാരാളം ഫലവൃക്ഷത്തോട്ടങ്ങൾ. മലഞ്ചെരുവിലെ ചെറിയൊരു സമതലത്തിൽ ഷഷ്കാത്തിലെ വീടുകൾ. ഒരു ഇടയ ഗ്രാമം കൂടിയാണിത്. പാതയോരത്ത് ചെമ്മരിയാട്ടിൻകൂട്ടം. 4000 ഷഷ്കാത്ത് ഗ്രാമത്തിന്റെ ജനസംഖ്യ. പർവ്വതച്ചെരുവിൽ 3 ഭാഗങ്ങളിലായിട്ടാണ് ഷഷ്കാത്ത് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സോവിയറ്റ് കാലഘട്ടത്തിൽ ഷഷ്കാത്ത് ഉൾപ്പെടെയുള്ള ഇത്തരം പ്രദേശങ്ങളിലെല്ലാം ജനവാസം കുറവായിരുന്നു. തജിക്കിസ്ഥാനെ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തലസ്ഥാനമായ ദുഷാൻബെയുടെ വികസനം മാത്രം ലക്ഷ്യം വെച്ചപ്പോൾ ഗ്രാമങ്ങളിലെ ജനജീവിതം തീർത്തും ദുരിതമയമായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വലിയ തോതിൽ ആളുകളെ സൈന്യത്തിലേക്കും കൂട്ടുകൃഷി പാടങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്തതും ചെറിയ കൃഷികൾ ഉപേക്ഷിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായതും പരമ്പരാഗതമായി നിലനിന്ന ഗ്രാമങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്തി. നദിയിൽ നിന്ന് മണലും ചരലും വാരുന്ന പ്രവർത്തനങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളാണത്. ഗ്രാമങ്ങളിലെ മൺവീടുകൾ പ്ലാസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിൽ നദിയിൽ നിന്ന് കോരിയെടുക്കുന്ന മണലും ചേർക്കാറുണ്ട്. ചെറുകിട വ്യവസായങ്ങളുടെ ചെറിയൊരു കേന്ദ്രം കൂടിയാണ് ഷഷ്കാത്ത്. ഭക്ഷ്യോൽപ്പന്ന സംസ്കരണവും മറ്റും നടക്കുന്ന ഏതാനും ഫാക്ടറികൾ ഇവിടെയുണ്ട്. ഗ്രാമത്തിനുള്ളിലൂടെ വളഞ്ഞുപുളഞ്ഞൊഴുകുകയാണ് ഷ്ടുത് നദി.
നദിക്കപ്പുറം അക്കാണുന്നത് ഷഷ്കാത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പഴത്തോട്ടങ്ങളും അവയ്ക്കിടയിൽ നീണ്ടു വളർന്നു നിൽക്കുന്ന പോപ്ലാർ മരങ്ങളുമെല്ലാം ഒരു കാഴ്ച. ഷഷ്കാത്ത് പിന്നിടുന്നതോടെ തഗോബി ഖൽഗ് ഗ്രാമത്തിലേക്ക് എത്തുന്നു. കൃഷിയിടങ്ങൾക്ക് പിന്നിലാവട്ടെ ഒരു പുല്ലുപോലും കിളിർക്കാത്ത വരണ്ട മലകളാണ്. ചെറുകിട കൃഷിയും ആടുവളർത്തലുമായി ജീവിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഈ ഗ്രാമങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. സോവിയറ്റ് കാലത്തിനു ശേഷം പകുത്തുകിട്ടിയ നിലങ്ങളിൽ ചെറിയ തോതിലുള്ള കൃഷികൾ ഇവർ തുടർന്നുവരുന്നു. എങ്കിലും അത് ഗ്രാമങ്ങളിലെ ആളുകൾക്ക് ഉപജീവനത്തിനുള്ള വകയാകുന്നില്ല. യുവാക്കൾ മിക്കവരും ഇത്തരം ഗ്രാമങ്ങളിൽ നിന്നും ഖുജന്ത്, ദുഷാൻബെ തുടങ്ങിയ പട്ടണങ്ങളിലേക്കും മോസ്കോ, കീവ് തുടങ്ങിയ വൻ നഗരങ്ങളിലേക്കും തൊഴിൽ തേടി പോകുന്നതാണ് ഇന്നത്തെ കാഴ്ച. പഴുത്തു തുടുത്തുകിടക്കുന്ന ചെറിപ്പഴങ്ങൾ പ്രലോഭിപ്പിച്ചതുകൊണ്ടാണ് വാഹനം നിർത്തി ഇറങ്ങിയത്. കുറച്ച് ചെറിപ്പഴം പറിച്ചെടുത്താൽ ഗ്രാമീണർ എതിർക്കുമോ എന്ന് ഞാനൊന്ന് സംശയിച്ചു. പക്ഷേ അമ്പുരാജ മരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ തുടങ്ങി. ഏതാനും ഗ്രാമീണ സ്ത്രീകൾ ഇവിടെയുണ്ട്. അവർ തടയുന്നതിന് പകരം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കുറച്ചധികം ചെറി ശേഖരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ദഷ്ടിഖാസി എന്ന ഗ്രാമമാണിത്. ഇവിടെ നിന്ന് ഹൈവേയിലൂടെ ദീർഘമായ യാത്രയാണ്. ഇസ്കന്ദർകൂൾ എന്ന പ്രദേശമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം. ഗിസാർ പർവ്വതമേഖലയിലെ സവിശേഷമായ ഒരു കാഴ്ചയാണ് ഇസ്കന്ദർകൂൾ തടാകം. സമുദ്രനിരപ്പിൽ നിന്നും 2195 മീറ്റർ ഉയരത്തിലാണ് അതിന്റെ സ്ഥാനം. ദഷ്ടിഖാസി ഗ്രാമത്തിന്റെ ഭാഗങ്ങളാണ് വലതുവശത്ത് കാണുന്നത്. ഗ്രാമത്തിന് സമീപത്തുകൂടി സെറാവ്ഷാൻ നദി ഒഴുകുന്നു. ഇനി ആ നദീതീരത്തുകൂടിയാണ് കുറേ ദൂരം യാത്ര ചെയ്യേണ്ടത്. സെറാവ്ഷാന്റെ തീരത്തെ വിശാല സമതലങ്ങൾ സോവിയറ്റ് കാലത്ത് കൂട്ടുകൃഷി നടന്നിരുന്ന പ്രദേശങ്ങൾ കൂടിയാണ്. ശരിക്കും സോവിയറ്റ് യൂണിയനിൽ നിന്നും വിടുതൽ നേടുന്നതിനായി തജിക്കിസ്ഥാനിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചത് ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലാണ്. കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തലുകളും ഗ്രാമീണ ജനതയിൽ സ്വാതന്ത്ര്യദാഹം വളർത്തുകയായിരുന്നു. അക്കാര്യത്തിൽ മുസ്ലിം സംഘടനകൾ വഹിച്ച പങ്ക് വലുതാണ്. രണ്ടാം ലോകമഹായുദ്ധാനന്തരം മാറിയ ലോകക്രമത്തിൽ മതവിശ്വാസം സംബന്ധിച്ച കടുംപിടുത്തത്തിൽ അയവ് വരുത്താൻ സോവിയറ്റ് ഭരണകൂടം സന്നദ്ധമായിരുന്നു. ഇക്കാലത്ത് നിയന്ത്രിതമായ രീതിയിൽ തജിക്കിസ്ഥാനിലും മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. എങ്കിലും റഷ്യൻ ചൂഷണവും സോവിയറ്റ് രഹസ്യ പോലീസിന്റെ പീഡനവുമെല്ലാം ഗ്രാമങ്ങളിലും തുടർന്നു പോന്നു. 1970-കൾ ആയപ്പോൾ ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ ഇസ്ലാമിക രഹസ്യ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അവർ ഗ്രാമീണരിൽ സോവിയറ്റ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കുന്നതിൽ വിജയിച്ചു. എന്നാൽ അത്തരം ഗ്രൂപ്പുകളുടെ നേതാക്കളെ സോവിയറ്റ് രഹസ്യ പോലീസ് അതിക്രൂരമായി കൈകാര്യം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോഴും സോവിയറ്റ് മേധാവിത്വത്തോടുള്ള എതിർപ്പ് ഗ്രാമങ്ങളിൽ ചാരം മൂടിയ കനൽ പോലെ കിടന്നു. കിഷ്തുദാക് ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. 2000-ഓളം ആളുകൾ ഇവിടെ വസിക്കുന്നു. ഇത്തരം ഗ്രാമങ്ങളെല്ലാം 1970-കളിൽ സോവിയറ്റ് വിരുദ്ധ വികാരത്തിന്റെ വിളനിലങ്ങളായിരുന്നു. 1978 ആയപ്പോഴേക്കും പ്രത്യക്ഷ സ്വഭാവമുള്ള എതിർപ്പ് ഗ്രാമങ്ങളിൽ പ്രകടമായി തുടങ്ങി. അതോടെ ചെമ്പടയും സോവിയറ്റ് രഹസ്യ പോലീസും ഊർജ്ജസ്വലമായി. ഗ്രാമങ്ങൾക്ക് മേൽ ഭീതി വിതച്ച് അവർ ഇവിടെയെല്ലാം റോന്തു ചുറ്റുന്നത് പതിവാക്കുകയും ചെയ്തു. 1980-കളുടെ അവസാനം ഗോർബച്ചേവ്, ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയിക്ക തുടങ്ങിയ നവീകരണ പരിപാടികൾ പ്രഖ്യാപിച്ചതോടെ തജിക് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ദേശീയ ബോധത്തിന്റെ ഉണർവുണ്ടായി. അതുവരെ റഷ്യനായിരുന്നു ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. 1989-ൽ രൂപം കൊണ്ട റസ്തോഖസ് എന്ന പ്രസ്ഥാനം ഭരണത്തിൽ സ്വാധീനം ചെലുത്തുകയും തജിക് ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗ്രാമങ്ങളിൽ മുസ്ലിം ദേവാലയങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറെക്കുറെ തളർന്നിരുന്നതിനാൽ പരസ്യമായ മതപ്രവർത്തനങ്ങളെ ആരും എതിർക്കുകയുണ്ടായില്ല. 1991-ൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായി.
അതോടെ ആ വർഷം സെപ്റ്റംബർ 9 തജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തജിക് സോവിയറ്റ് റിപ്പബ്ലിക് എന്ന ഭരണകൂട സംവിധാനം നിലവിലുണ്ടായിരുന്നതിനാൽ സ്വാതന്ത്ര്യാനന്തരം ഭരണകാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് വലിയ പ്രയാസമുണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ UN-ൽ തജിക്കിസ്ഥാൻ അംഗത്വം നേടുക വരെയുണ്ടായി. എക്കാലത്തും തജിക്കിസ്ഥാന്റെ ഭരണ സംവിധാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത് ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് സംവിധാനം തകർന്നെങ്കിലും റഷ്യയുടെ രഹസ്യ പോലീസ് തജിക് ഗ്രാമങ്ങളിലെല്ലാം തങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതിപ്പോഴും തുടർന്നു വരുന്നുമുണ്ട്. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തജിക്കിസ്ഥാനെ ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് എത്തിച്ചത്. വിഭിന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള അധികാര തർക്കമായിരുന്നു ആ യുദ്ധത്തിന് കളമൊരുക്കിയത്. നേരെ മുന്നിൽ വരണ്ട മലകളുടെ ചെരുവിൽ പച്ചപ്പിന്റെ ഒരു തുരുത്തു കാണാം. ഉർമിത്താൻ എന്ന പട്ടണമാണത്. സെറാവ്ഷാൻ നദിയുടെ മറുകരയിലാണ് അതിന്റെ സ്ഥാനം. ഞാൻ നദിയുടെ ഇങ്ങേക്കരയിൽ വണ്ടി നിർത്തിച്ച് ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഉർമിത്താനെ വിശദമായി ഒന്ന് കാണുകയാണ്. ഇന്നലെ ഞങ്ങൾ കടന്നുപോയതും ഉർമിത്താന്റെ സമീപത്തുകൂടിയാണ്. അപ്പോൾ തജിക്കിസ്ഥാനിലെ ഏറ്റവും സുന്ദരിമാരുടെ പട്ടണമാണ് ഉർമിത്താൻ എന്ന് ഷഹബാസ് പറഞ്ഞു തന്നിരുന്നു. പുരാതന ഇറാനിയൻ സംസ്കാരങ്ങളിലൊന്നായ സോഗ്ഡിയന്റെ 8 പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ഉർമിത്താൻ. ഉർമിത്താനിൽ നിന്നും അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന മറ്റ് 7 ഗ്രാമങ്ങളിൽ കൂടി ആ സംസ്കാരം നിലനിന്നിരുന്നു. BC 6-ാം നൂറ്റാണ്ട് മുതൽ AD 11-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന സംസ്കാരമായിരുന്നു സോഗ്ഡിയൻ. അതിന്റെ പ്രബലമായൊരു കേന്ദ്രം എന്ന നിലയിൽ ഇപ്പോഴും ഉർമിത്താന് വലിയ പ്രാധാന്യമുണ്ട്. ഉർമിത്താൻ പട്ടണത്തെ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നത് ഈ ഒരു പാലമാണ്. സെറാവ്ഷാൻ നദിക്ക് കുറുകെയാണ് പാലം. 2500 വർഷത്തിലേറെയായി ഇവിടെ ജനവാസമുണ്ടായിരുന്നെന്ന് ഓർക്കണം. അക്കാലത്ത് ചൈനയിൽ നിന്നും വണിക്കുകൾ ഇവിടേക്കും ഇവിടെ നിന്നും വർത്തക സംഘങ്ങൾ ചൈനയിലേക്കും മധ്യേഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും പോയിരുന്നു. സോവിയറ്റ് കാലത്തും 20,000-ഓളം ജനം വസിച്ചിരുന്നു ഉർമിത്താനിൽ. സോവിയറ്റ് യൂണിയന്റെ അവസാന നാളുകളിൽ പ്രതിഷേധങ്ങൾ തലപൊക്കിയ പ്രമുഖമായൊരു പ്രദേശം എന്ന നിലയിലും ഉർമിത്താന് ചരിത്രത്തിൽ ഇടമുണ്ട്. ധാരാളം പഴത്തോട്ടങ്ങളുള്ള ഒരു പ്രദേശമാണ് ഉർമിത്താൻ. ചന്തമേതുമില്ലാത്ത നീളൻ വീടുകൾ പുഴയോരത്തു നിന്നും മലമുകളിലേക്ക് പടർന്നു കയറുന്നു. ആ കാഴ്ചയിൽ നിന്നും ഞാൻ വീണ്ടും ഹൈവേയിലേക്ക് വന്നു. പുതിയ ഹൈവേയാണ്. A377 എന്നറിയപ്പെടുന്ന ഹൈവേ. കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും രാജ്യത്തിന്റെ ജീവനാഡി പോലെ അതങ്ങനെ നീണ്ടുപോവുകയാണ്. ഇപ്പോൾ അംബുരാജിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും ഇനിയുള്ള കുറേ ദൂരം താൻ ഡ്രൈവ് ചെയ്യുമെന്ന് അംബുരാജ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്വാൻ ഡിയർ ആകട്ടെ പിന്നിലെ സീറ്റിൽ വിശ്രമത്തിലും. പല ഗ്രാമങ്ങൾ പിന്നിട്ട് ഇനിയും ഏറെ ദൂരം പോകാനുണ്ട് ഇസ്കന്ദർ കൂളിലേക്ക്. വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഹൈവേ. കറ്റകൾ കൊയ്തുകൂട്ടിയ വയലുകളും അതിനപ്പുറമുള്ള മലകളും കണ്ടുകൊണ്ടങ്ങനെയിരിക്കെ ഞാൻ ഈ പ്രദേശത്തിന് ഭാരത സംസ്കാരവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന കാംബോജ ദേശം സെറാവ്ഷാൻ താഴ്വര ഉൾപ്പെടുന്ന പ്രദേശമാണെന്നാണ് അത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പുരാണങ്ങളിൽ വിവരിക്കുന്ന തുഷാരദേശവും ഈ പ്രദേശത്ത് തന്നെയാണെന്നാണ് ഗവേഷക നിഗമനം. ഇന്ത്യയിലേക്ക് അധികാരം വ്യാപിപ്പിച്ച തിമൂറിദ് രാജവംശത്തിന്റെ ആദ്യകാല കേന്ദ്രവും തജിക്കിസ്ഥാന്റെ ഈ പ്രദേശങ്ങളായിരുന്നു. 1526-ൽ ഇന്ത്യയിൽ പ്രവേശിച്ച തിമൂറിദ് രാജവംശമാണ് മുഗൾ രാജവംശത്തിന് തുടക്കമിടുന്നത്. ഇത്തരത്തിൽ എത്രയോ ചരിത്രകഥകൾക്ക് പശ്ചാത്തലമൊരുക്കിയ ഭൂമിയാണിത്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതുപോലും ഈ മേഖലയിലൂടെയാണെന്ന് കരുതപ്പെടുന്നു. ഒരു കാലത്ത് ഇന്ത്യയെപ്പോലെ തന്നെ ഹൈന്ദവ ചിന്തകൾക്ക് വലിയ വേരോട്ടമുള്ള പ്രദേശമായിരുന്നു തജിക്കിസ്ഥാൻ. കാംബോജ രാജ്യമായിരുന്ന കാലത്ത് ഇവിടെയെങ്ങും ഹൈന്ദവ ദൈവങ്ങളാണ് ആരാധിക്കപ്പെട്ടിരുന്നത്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവ സൈന്യത്തിലെ കുതിരപ്പടയാളികളായും കുതിരനോട്ടക്കാരായും ധാരാളം കാംബോജന്മാരുണ്ടായിരുന്നു. ഇന്നാട്ടിലെ പുരാതന ക്ഷേത്രങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ പഞ്ചതന്ത്രം കഥയിലെ വിവിധ സന്ദർഭങ്ങൾ മുതൽ ശിവപാർവതിമാരുടെ ചിത്രങ്ങളും ദുർഗ തുടങ്ങിയ ദേവതമാരുടെ ശില്പങ്ങളും വരെ കണ്ടെത്തിയിട്ടുണ്ട്. യവനന്മാരുടെയും പ്രമുഖമായൊരു കേന്ദ്രമായി തജിക്കിസ്ഥാന്റെ ഈ മേഖല മാറിയിരുന്നു. അവരാണ് കാംബോജ ദേശത്തെ കൊമേഡസ് എന്ന് പുനർനാമകരണം ചെയ്തത്.
അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് പടനയിച്ചത് ഈ മേഖലയിലൂടെയായിരുന്നു. പല സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്നു ഈ പർവ്വത പ്രദേശങ്ങൾ. കീഴടക്കാനായി എത്തിയവരുടെ എല്ലാം സംസ്കാരങ്ങളെ ഈ നാട് ഉൾക്കൊണ്ടു എന്നതാണ് കൗതുകകരമായ ചരിത്രം. മനോഹരമായൊരു ഭൂപ്രകൃതിയിലൂടെയാണ് യാത്ര. മലകൾക്കിടയിലെ വിള്ളലിലൂടെ സിറാവ്ഷാൻ നദി ഒഴുകുന്നു. പൗരാണിക കാലത്ത് ഏറ്റവും സജീവമായിരുന്ന ഈ പർവ്വത പ്രദേശത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ യാത്ര തുടരുന്നത്. ഈ വരണ്ട ഭൂമി ഇങ്ങനെ കാണുമ്പോൾ പുരാണവും ചരിത്രവും ഐതിഹ്യങ്ങളും അതിൽ ചിതറിക്കിടപ്പുണ്ടെന്ന് അറിയണമെന്നില്ല. ആ ചിന്തകളിൽ ഞാൻ സഞ്ചാരം തുടർന്നു.